ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന നമ്മൾ ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 11 മുതലുള്ള അധ്യായങ്ങൾ മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു സന്ദേശം അവിടെ നമുക്ക് ലഭിക്കുന്ന കാണാൻ പറ്റും. ഒത്തിരി പേരുടെ മക്കളുടെയൊക്കെ പരാതി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൻ എന്നോട് കരുതലില്ല, അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, അതല്ലെങ്കിൽ മറ്റ് എൻ്റെ സഹോദരങ്ങളോടാണ് അവർക്ക് കൂടുതൽ കരുതൽ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് പരാതി പരിഭവം. ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും തൻ്റെ മക്കളോട് സ്നേഹമില്ലാണ്ടാവുക. പക്ഷെ അത് മനസ്സിലാക്കാതെ അങ്ങനെ പരാതി പരിഭവം പറയുന്നത് കാണാൻ പറ്റും. ഇനി മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാം ദൈവം നൽകുന്ന വലിയ ഒരു സന്ദേശം നമുക്ക് ഈ ഹോസിയ പ്രവാചകനിലൂടെ പഠിക്കാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരപ്പൻ്റെ കരുതൽ, ഒരമ്മയുടെ ലാളനം വേണോ? ദൈവത്തിൻ്റെ പക്കലേക്ക് ആദ്യം തിരിയുക. ഒരപ്പനെ പോലെ നിന്നെ കരുതാൻ കഴിവുള്ളവൻ ദൈവമാണ്. ഒരമ്മയെപ്പോലെ നിന്നെ ലാളിക്കാൻ കഴിവുള്ളത് ദൈവത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് ഈ സ്നേഹമെടുക്കാനും ഈ കരുതൽ അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ഒരവസ്ഥ ഉണ്ടാകത്തില്ല. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കാം. മറ്റൊരു കാര്യം, ഇത് മനസ്സിലാക്കാതെ നമ്മൾ പാപജീവിതത്തിലേക്ക് പോയെങ്കിൽ, ദൈവാശ്രയത്വം വെടിഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? തെറ്റേറ്റു പറഞ്ഞ് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ കാണുന്നുണ്ട്, പ്രഭാഷകൻ 20-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തെറ്റേറ്റു പറയുന്നവന് ശിക്ഷ ഇളച്ചു കിട്ടും. ചിലരുടെ അത് ഈ അഹങ്കാരം അതുപോലെ മുറ്റി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. തെറ്റുപറ്റിയാലും അംഗീകരിക്കത്തില്ല, തെറ്റുപറ്റിയാലും അനുദപിക്കത്തില്ല, അത് ഏറ്റു പറയത്തില്ല. ശരിക്കും കർത്താവിന് കൂടുതൽ വേദന ഉളവാക്കുന്ന ഒരു കാര്യം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ എന്നതിനേക്കാൾ തെറ്റുപറ്റിയിട്ട് അതൊന്ന് അംഗീകരിക്കാതിരിക്കുന്നതാണ്, അനുദപിക്കാതിരിക്കുന്നതാണ്, ഏറ്റു പറയാതിരിക്കുന്നതാണ്. അങ്ങനെയുള്ളവരുടെ പേരിലാണ് ദൈവം കൂടുതൽ വേദനിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. ഇന്നത്തെ സുവിശേഷ ഭാഗം അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം, ഈ കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളുടെ ഒരു സമ്പ്രദായം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രായമുണ്ട്. ആ ഒരു പ്രായത്തിൽ ഈ കുട്ടിയെ കാടിൻ്റെ നടുക്കോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു മരച്ചോട്ടിൽ നിർത്തും. എന്നിട്ട് ഈ അപ്പൻ പോരും. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, രാത്രി കാടിൻ്റെ നടുക്ക് നിൽക്കുന്ന കുട്ടി വാവിട്ട് കരയും. കരഞ്ഞ് 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 അതിങ്ങനെ വേണമെങ്കിൽ മയങ്ങി നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. തൊട്ടപ്പുറത്ത് അപ്പം നിപ്പുണ്ടായിരുന്നു. ഈ കുഞ്ഞ് മയങ്ങിയ സമയത്തും മയങ്ങാതെ ഉറങ്ങാതെ ഈ കൊച്ചിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്ന അപ്പൻ, ആ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നെ കരുതുന്ന, ഞാൻ ചുടുകാട്ടിലാണേലും എവിടെയാണെന്ന് പറഞ്ഞാലും മുതുപാതിരായ്ക്കാണെന്ന് പറഞ്ഞാലും എന്നെ നോക്കി നിൽക്കുന്ന ഒരപ്പനുണ്ട്. അതാണ് ആ കൊച്ചിന് ധൈര്യം പകരുക. ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഈ അപ്പൻ്റെ ദുഷ്ടത കൊണ്ടല്ല, ആ കൊച്ചിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ഏതാണ്ട് ഇതുപോലെ ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന അവസരങ്ങൾ അതൊന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ദൈവത്തെ പഴിക്കത്തില്ല, നിരാശയിലേക്ക് നമ്മൾ പോകേണ്ട ഒരവസ്ഥ വരത്തില്ല. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കും. റോമാ 8:28 സന്ദേശം അറിയില്ലാത്തവരാരാ? കേട്ടിട്ടില്ലാത്ത ആരുണ്ട്? നമ്മളതൊന്ന് വിശ്വാസത്തിലെടുത്ത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്നത് കാണാൻ പറ്റും. എന്തു വന്നാലും ദൈവം എന്തനുവദിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവ് ഇന്ന് സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചെന്നായ്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നമ്മൾ ചെമ്മരിയാടുകളാകണം. മത്തായി 25:33 എടുക്കുമ്പോൾ കോലാടുകളിൽ നിന്നും ചെമ്മരിയാടുകളെ വേർതിരിക്കുന്ന ഒരു രംഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. ചെമ്മരിയാടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടയനെ വിട്ടുപോകാതെ ഇടയനോട്
ഒട്ടി നിൽക്കും. കോലാടുകളാണ് എവിടെയെങ്കിലും പച്ചപ്പോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് പോവുക. ഇനി ചെമ്മരിയാടിൻ്റെ ഒരു പ്രത്യേകത, അത് ഇടയനോട് ഒട്ടി നിൽക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടയൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്, നല്ല ഇടയൻ. ആ യേശുവിനോട് എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും ഒട്ടി നിൽക്കുന്നവരാണ് നല്ല ആടുകൾ. അങ്ങനെയുള്ളവരെ ദൈവം പരിപാലിക്കും, അവർക്ക് അപകടം വരില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങോട്ടാണ് അയക്കുന്നത്? ചെന്നായ്കളുടെ ഇടയിലേക്ക്. ചെന്നായ്കൾ എന്ന് പറഞ്ഞാൽ വളരെ കണ്ണിങ്, കൗശലമുള്ള ഒരു മൃഗമായിട്ട് കാണാൻ പറ്റും ചെന്നായെ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതാ 1 യോഹന്നാൻ 5:19 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ലോകം മുഴുവൻ സാത്താൻ്റെ ശക്തി വലയത്തിലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലോ അവൻ്റെ കെണിയിൽപ്പെടും. ഇന്ന് ചിലരുടെ കാര്യം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കും. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ പോലും അതുപോലെ കൗശലപൂർവ്വം പ്രവർത്തിക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റും ഉണ്ടാകാം. നമുക്കവരെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ശ്രദ്ധാലുക്കളായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഇനി അതിന് 2 കാര്യങ്ങൾ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട 2 കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം, അതല്ലെങ്കിൽ കെണിയിൽപ്പെട്ടു പോകും. സർപ്പങ്ങൾ, നമുക്കറിയാം സർപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മണ്ണിൽ അതിൻ്റെ ഉദരം ഒട്ടി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ചില കഴിവുകളുണ്ട്. അടുത്തൂടെ വരുന്ന അല്ലെങ്കിൽ കുറച്ച് ദൂരത്താണേലും നിൽക്കുന്ന മൃഗത്തെയോ മനുഷ്യരെയോ ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണ് ഇവർ സാധാരണ ഈ സർപ്പം അതിന് അപകടം വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് പ്രതികരിക്കുള്ളൂ, അല്ലെങ്കിൽ കടിച്ച് വിഷം കുത്തിവെക്കത്തുള്ളൂ. അതല്ലെങ്കിൽ അത് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് അങ്ങനത്തെ ഒരു കഴിവുണ്ട്. നമ്മൾ ഈ ഉൾക്കാഴ്ച, ഉൾക്കണ്ണ് ഇങ്ങനെയൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണമെന്ന്. അതെപ്പോൾ ഉണ്ടാവും? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആക്റ്റീവാണെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഉണ്ടാവും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകണം. അങ്ങനെയുള്ളവർക്കുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാവിൻ്റെ നിഷ്കളങ്കത. നിഷ്കളങ്കത അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത്, തൻ്റെ ശക്തി പ്രകടമാക്കുന്നത്. ഇതെല്ലാം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഗുണങ്ങൾ ഉള്ള ഒരു നല്ല ആടായി മാറുവാൻ കൃപ തരണമേ എന്ന് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.